ഹായ് സ്റ്റുഡൻസ്, നമ്മൾ നമ്മുടെ നെക്സ്റ്റ് സെഷനിലേക്ക് വരികയാണ് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ. അപ്പൊ നമ്മൾ ഓൾറെഡി ഇപ്പൊ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സില് അവയുടെ പ്രത്യേകത, ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ചില കോമ്പൗണ്ടുകളെ കുറിച്ച്, പ്രധാനമായിട്ടും ഡൈക്രോമേറ്റിനെ കുറിച്ചും പെർമാഗ്നേറ്റിനെ കുറിച്ചും പഠിച്ചു അല്ലെ. സോ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുക നമ്മുടെ നെക്സ്റ്റ് പോർഷനെ കുറിച്ചാണെന്ന് വെച്ചാൽ എഫ് ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വയ്ക്കുക. നമുക്കറിയാം എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ദാറ്റ് ഈസ് നമ്മുടെ ലാന്ധനം കഴിഞ്ഞു വരുന്ന, അതായത് നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്സിൽ ഫസ്റ്റ് സീരീസിലുള്ള, അതായത് D1 സിസ്റ്റത്തിലുള്ള സ്കാൻഡിയം, D1 സിസ്റ്റത്തിലുള്ള സ്കാൻഡിയം, ടൈറ്റാനിയം, സ്കാൻഡിയം, ഇട്രിയം, ലാന്ധനം, ആക്ടിനം, ഫസ്റ്റ് D1 സീരീസിലുള്ള എലമെന്റുകളാണ്. അതില് ഈ ലാന്ധനം കഴിഞ്ഞു വരുന്ന 14 എലമെന്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വി കോൾ ഇറ്റ് ആസ് ലാന്ധനൈറ്റ്സ് എന്ന് പറഞ്ഞു വെക്കുക. അതുപോലെ ആക്ടിനം കഴിഞ്ഞു വരുന്ന 40 എലമെന്റ്സ് നമ്മൾ എന്ത് വിളിക്കും? വി കോൾ ഇറ്റ് ആസ് ആക്ടിനൈറ്റ്സ് എന്ന് വിളിക്കും. ഈ രണ്ട് ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സിനെ, അല്ലെങ്കിൽ ഈ രണ്ട് പീരീഡിലുള്ള എലമെന്റുകളെയാണ് നമ്മൾ സാധാരണ എന്ത് പറഞ്ഞു വെക്കുക? വി കോൾ ഇറ്റ് ആസ് ലാന്ധനൈറ്റ്സ് ആൻഡ് ആക്ടിനൈറ്റ്സ് എന്ന് പറഞ്ഞു വെക്കുക. അപ്പൊ അതില് എന്തുകൊണ്ട് നമ്മൾ ഈ ലാന്ധനൈറ്റ്സിനെയും ആക്ടിനൈറ്റ്സിനെയും എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അവയുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ns2 n-d0 to 1, then n-2 f1 to 14 എന്നുള്ളതാണ്. This is a general electronic configuration of lanthanides and actinides. അതായത് ns2 കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. n-1 d, അതായത് ഡി ഓർബിറ്റലില് ചിലപ്പോ ഇലക്ട്രോൺസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ എക്സിസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ദെൻ വാലൻസ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യപ്പെടുക എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ n-2f-ലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വാലൻസ് ഷെല്ലില് അതിന് തൊട്ടു മുൻപിലുള്ള ഡി ഓർബിറ്റലും അല്ല, അതിനകത്തുള്ള, അതായത് നമ്മുടെ ആന്റി പെനൽറ്റിമേറ്റ് ഷെല്ലില് അല്ലെ, അതായത് ഏറ്റവും വാലൻസ് ഷെല്ല്, അതിന് തൊട്ടടുത്തുള്ള പെനൽറ്റിമേറ്റ് ഷെല്ല്, അതിനും അടുത്തുള്ള ദാറ്റ് ഈസ് വാട്ട് യു കോൾ n-2 എന്ന് പറയുന്നത് ഈ എഫ് ഓർബിറ്റലിലേക്കാണ് എന്ത് ചെയ്യപ്പെടുക? ഈ പറഞ്ഞ പോലെ ഇലക്ട്രോൺസിന്റെ ഫില്ലിംഗ് നടക്കുക. അപ്പൊ അതുകൊണ്ട് ആന്റി പെനൽറ്റിമേറ്റ് എഫ് ഷെല്ലിലേക്ക് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ എലമെന്റുകൾ എന്ത് വിളിക്കുന്നത്? വി കോൾ ഇറ്റ് ആസ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞു വെക്കുക. അതില് ലാന്ധനൈറ്റ്സിനെയും ആക്ടിനൈറ്റ്സിനെയും ആണ് നമ്മൾ പ്രധാനമായിട്ടും ഈ പറയുന്ന പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അപ്പോ നമുക്ക് ഈ പറഞ്ഞതുപോലെ ആദ്യത്തെ പോർഷനിലേക്ക് വരാൻ, ദാറ്റ് ഈസ് വാട്ട് യു കോൾ നമ്മുടെ ലാന്ധനൈറ്റ്സ് എന്നുള്ളത്. അപ്പൊ ലാന്ധനൈറ്റ്സ് എന്നുള്ളതിന് പ്രധാനമായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ചാണ് പറയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനറലി നമ്മൾ ആദ്യം പറഞ്ഞു വെക്കുക ഇവയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ കുറിച്ചാണ്. സോ ദിസ് ഇസ് വാട്ട് യു കോൾ ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പോസസ്ഡ് ബൈ ദ ലാന്ധനൈറ്റ്സ് എന്നുള്ളത് ജനറൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ അത് പറഞ്ഞു. ലാന്ധനം മുതൽ ഈ പറയുന്ന ലിറ്റീഷ്യം വരെയുള്ള എലമെന്റുകളെയാണ് നമ്മൾ എന്ത് പറഞ്ഞു വെക്കുക? വി കോൾ ഇറ്റ് ആസ് ലാന്ധനൈറ്റ്സ് എന്ന് പറഞ്ഞു വെക്കുക. സോ അതില് ലാന്ധനം, then സീരിയം, then പ്രിസോഡൈമിയം, നിയോഡൈമിയം, പ്രൊമിത്തിയം, സമേരിയം, യൂറോപ്പിയം, ഗാഡോലിനിയം, ടെർബിയം, ഡൈസ്പോറിയം, ഹോസ്മിയം, എർബിയം, തുലിയം ആൻഡ് ഇറ്റേർബിയം ആൻഡ് ലുട്ടീഷ്യം. ഇത്രയും എലമെന്റുകൾ, ഇത്രയും 14 എലമെന്റ്സ് ആണ് നമ്മൾ എന്ത് പറയുക? നമ്മുടെ എഫ് ബ്ലോക്ക് എലമെന്റ്സിൽ ലാന്ധനൈറ്റ്സ് എന്ന് പറഞ്ഞു വെക്കുക. അപ്പോൾ ഇവയുടെ എല്ലാത്തിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് പറഞ്ഞു വെക്കുക. അതായത് ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും അതുപോലെ തന്നെ M3+ എന്ന് പറയുന്ന സ്റ്റേറ്റിലുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷനും. കാരണം ഈ ലാന്ധനൈറ്റ്സിന് നമ്മൾ സാധാരണ LN എന്ന് റെപ്രസെന്റ് ചെയ്യാറുണ്ട്, ലാന്ധനൈറ്റ്സ് എന്ന രീതിയിൽ LN എന്ന് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. സോ ഈ ലാന്ധനൈറ്റ്സിന്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ കേസിൽ പറഞ്ഞിരുന്നു +2 ആയിരുന്നു കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതുപോലെ ലാന്ധനൈറ്റ്സിന്റെ കേസിൽ അതിന്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരിക ദാറ്റ് ഈസ് വാട്ട് യു കോൾ 3+ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ 3+ ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൂടി പറഞ്ഞു വെക്കുക. അപ്പൊ അതില് നിങ്ങൾ ലാന്ധനത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ലന്ധാനം എന്ന് പറയുന്നത് നമുക്കറിയാം D1 സിസ്റ്റം ആണ്. അപ്പോ D1s2 എന്ന് പറയുന്നതാണ് ലന്ധാനത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. ദെൻ സീരിയം നമ്മൾ പറഞ്ഞു വന്നെങ്കിൽ ഡി ഇലക്ട്രോൺസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ഡി ഇലക്ട്രോൺ ഉണ്ടാവും അല്ലെ. അപ്പൊ നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് പഠിക്കേണ്ടത് D1 കോൺഫിഗറേഷൻ വരുന്നത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടത്. അപ്പൊ D1 കോൺഫിഗറേഷൻ വരുന്ന ഒന്ന് എന്ന് പറയുന്നത് ലാന്ധനമാണ്. ലാന്ധനം നമ്മൾ ജനറലി പറഞ്ഞു വെക്കുന്ന പോലെ എഫ് ഇലക്ട്രോൺസ് ഇല്ല, അല്ലെങ്കിൽ എഫ് ഇലക്ട്രോൺസിന്റെ എണ്ണം 0 ആണ്. സോ D1s2 എന്നുള്ളതായിരിക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. 5d1 6s2 എന്നുള്ളതായിരിക്കും.
ഇനി സീറിയത്തിലേക്ക് വരുമ്പോൾ സീറിയത്തിലും ഈ പറഞ്ഞതുപോലെ D1 സിസ്റ്റത്തിലാണ് ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ F1 അതായത് വരുന്ന ഒരു ഇലക്ട്രോൺ ആ D ഇലക്ട്രോണിൽ നിൽക്കും. ദെൻ വരുന്ന ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ ലാന്ധനം കഴിഞ്ഞ് സീറിയത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് വരുന്നു? ദാറ്റ് ഈസ് ഈ പറഞ്ഞ പോലെ F1 കോൺഫിഗറേഷനിലേക്ക് വരുന്നു. അപ്പൊ F1 കോൺഫിഗറേഷൻ സ്റ്റാർട്ട് ചെയ്യുക സീറിയം മുതലാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് നമ്മൾ പറയും അടുത്ത എലമെന്റ് പറയുമ്പോൾ ഈ D1ലുള്ള ഇലക്ട്രോൺ കൂടി എങ്ങോട്ടേക്ക് വരുന്നു? Fലേക്ക് വരുന്നു. അപ്പോ അടുത്ത കോൺഫിഗറേഷനിൽ എന്തായിട്ട് മാറും? F3 ആയിട്ട് മാറും. Dയില് ഇലക്ട്രോൺസ് ഉണ്ടാവില്ല. അപ്പൊ D1 സിസ്റ്റം വരുന്ന ഏതൊക്കെയാണ്? ഒന്ന് ലാന്ധനം ഉണ്ട്, പിന്നെ സീറിയം ഉണ്ട്. ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യം? പിന്നെ D3, പിന്നെ D4, D5, D6, ദിസ് ഇസ് D5, D6, D7, D അങ്ങനെ പോവുകയാണ് ചെയ്യാം. നമുക്കറിയാം ഈ പറഞ്ഞതുപോലെ യൂറോപ്പിയം എന്ന് പറയുന്ന എലമെന്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങളൊന്ന് സ്പെസിഫിക് ആയിട്ട് നോക്കണം. കാരണം അവിടെ യൂറോപ്യത്തിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക F7 കോൺഫിഗറേഷൻ ആണ് വരിക. നമുക്കറിയാം F ഓർബിറ്റൽസിന്റെ എണ്ണം എന്ന് പറയുന്നത് 14 ഇലക്ട്രോൺസ് വരെ അവിടെ ഓക്യുപ്പൈ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് നമുക്കറിയാം ഡിഫറെന്റ് F ഓർബിറ്റൽസ് നോക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6 7 F ഓർബിറ്റൽസ് ആണ് നമുക്കുള്ളത്. ഈ F ഓർബിറ്റലിലേക്ക് ഇലക്ട്രോൺസിനെ ഇട്ട് കൊടുക്കുമ്പോൾ there are 7 ഇലക്ട്രോൺസ് ആണെങ്കിൽ 1, 2, 3, 4, 5, 6, 7 എന്ന രീതിയിൽ it has a half filled electronic configuration ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ളത് കൊണ്ട് തന്നെ യൂറോപ്യം എന്ന് പറയുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒരു ഇത്തിരി സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആണ് എന്ന് നമ്മൾ പറഞ്ഞു വെക്കാറുണ്ട്. ഫൈൻ. അപ്പോ യൂറോപ്യം ഈ പറഞ്ഞതുപോലെ സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ നെക്സ്റ്റ് എലമെന്റിലേക്ക് വരുമ്പോൾ അതായത് ഗാഡോലിനത്തിലേക്ക് വരുമ്പോൾ ഇനി ഒരു ഇലക്ട്രോൺ ഈ പറഞ്ഞതുപോലെ F8 എന്നല്ല ഫിൽ ചെയ്യപ്പെടുക, F7 എന്നൊരു കോൺഫിഗറേഷൻ അതുപോലെ തന്നെ നിൽക്കുന്നു. ദെൻ 1 ആ വരുന്ന ഒരു ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് പോകുന്നു? D1ലേക്ക് പോകുന്നു. അപ്പോ ലാന്ധനം ദെൻ സീറിയം കഴിഞ്ഞാൽ പിന്നെ D1 കോൺഫിഗറേഷൻ കാണിക്കുക ആരാണ്? ദാറ്റ് ഈസ് വാട്ട് വി കോൾ ഗാഡോലിനിയമാണ്. കാരണം ഈ പറഞ്ഞതുപോലെ യൂറോപ്യത്തിന്റെ ടൈപ്പ് ഓഫ് കോൺഫിഗറേഷൻ അതായത് ഒരു സ്യൂഡോ കോൺഫിഗറേഷൻ എക്സിസ്റ്റ് ചെയ്യാനുള്ള ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ എക്സിസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് പോവുക? D1 സിസ്റ്റത്തിലേക്ക് പോവുക. ഇനി നെക്സ്റ്റ് നമ്മൾ അടുത്തത് വരുമ്പോൾ ദാറ്റ് ഈസ് വാട്ട് വി കോൾ ഈ ഇലക്ട്രോൺ കൂടി ഇങ്ങോട്ടേക്ക് ഫിൽ ചെയ്യപ്പെടും. അതായത് ഇവിടെ വരേണ്ടത് ശരിക്കും പറഞ്ഞാൽ F8 ആയിരുന്നു. നെക്സ്റ്റ് വരുന്നതായിരിക്കും F9, then F10, F11, F12, F13. then നമ്മൾ ഇറ്റർബിയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പറയും ഇറ്റർബിയത്തിന്റെ കേസിൽ എത്രയാ വരിക? F14 എന്ന് പറയുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. F14 എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും വരിക? ഈ പറഞ്ഞതുപോലെ എല്ലാ ഇലക്ട്രോൺസും എന്ത് ചെയ്യുന്നു? പെയർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഫുള്ളി ഫിൽഡ് കോൺഫിഗറേഷൻ. അതായത് യൂറോപ്യത്തിന്റെ കേസിൽ ഇറ്റ് ഹാസ് ഒരു ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ഉണ്ട്. ആൻഡ് ഇറ്റോർബിയത്തിന്റെ കേസ് നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഹാസ് ഒരു ഫുള്ളി ഫിൽഡ് കോൺഫിഗറേഷൻ ആർക്കുണ്ട്? ഇറ്റോർബിയത്തിനുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യം? ഇനി നമ്മൾ നെക്സ്റ്റ് കോമ്പൗണ്ട് ലുട്ടീഷ്യം വരുമ്പോൾ അവിടെ നമ്മൾ ഗാഡോലിയത്തിന് വന്ന അതേപോലെ തന്നെയാണ്. അതായത് ഒരു ഇലക്ട്രോൺ ഈ പറഞ്ഞതുപോലെ F14 എന്നുള്ള F15 ആയിട്ടല്ല മാറുക, പിന്നെന്തായിരിക്കും? ഈ പറഞ്ഞതുപോലെ D1 സിസ്റ്റത്തിലാണ് എക്സിസ്റ്റ് ചെയ്യുക. അപ്പോ നിങ്ങൾ ഓർക്കേണ്ട കോൺഫിഗറേഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത് ഏതൊക്കെ എലമെന്റുകളുടെ കോൺഫിഗറേഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ലാന്ധനം ഓർത്തിരിക്കുക, ബിക്കോസ് ഇറ്റ് ഹാസ് D1 കോൺഫിഗറേഷൻ. പിന്നെ സീറിയം ഓർത്തിരിക്കുക, അതിനും D1 കോൺഫിഗറേഷൻ ആണ്. പിന്നെ യൂറോപ്യം ഓർത്തിരിക്കുക, ഇറ്റ് ഈസ് വാട്ട് വി കോൾ ഒരു ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ആണ് യൂറോപ്യത്തിന്. ദാറ്റ് ഈസ് ഈ പറഞ്ഞ F7 കോൺഫിഗറേഷൻ ആണ്. അതുപോലെ ഗാഡോലിനിയം ഡ്യൂ ടു ഈ പറഞ്ഞതുപോലെ F7 കോൺഫിഗറേഷൻ എക്സിസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഗാഡോലിനിയം കാണിക്കുക ഒരു D1 കോൺഫിഗറേഷൻ ആയിരിക്കും. അതുപോലെ നമ്മൾ ഇറ്റർബിയം എന്ന് പറയുന്നത് F14 കോൺഫിഗറേഷൻ ആണ്. അതായത് ഒരു ഫുള്ളി ഫിൽഡ് സ്റ്റേബിലൈസ്ഡ് കോൺഫിഗറേഷൻ ആണ് കാണിക്കുക. അതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് ലുട്ടീഷ്യത്തിലും എന്തുണ്ട്? ഒരു D1 കോൺഫിഗറേഷൻ ഉണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. ബാക്കിയെല്ലാം നമുക്ക് ആ ഒരു ഓർഡറിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയാനായിട്ട് പറ്റും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇതാണ് നമ്മൾ എന്ത് പറഞ്ഞു വെക്കുക? വി കോൾ ഇറ്റ് ആസ് F ബ്ലോക്ക് എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ പറഞ്ഞു വെക്കുക. ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യം? ഇത്രയും കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ പറഞ്ഞു കോമൺ ആയിട്ട് ഇപ്പൊ കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എല്ലാ എലമെന്റുകളും കോമൺ ആയിട്ട് കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണെന്ത്? +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്നുള്ളത്. അപ്പോൾ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും. അതായത് ഈ പറഞ്ഞതുപോലെ സീരിയം മുതൽ താഴത്തേക്ക്
നമ്മൾ പറയും 1 2 3 4 5 6 7 8 9 10 11 12 13 14 എന്ന രീതിയിലാണ് എന്ത് ചെയ്യുക ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് നമുക്ക് പറയാനായിട്ട് പറ്റുക. ഇനി നമ്മൾ ചില എലമെന്റുകളുടെ കേസിൽ rather than +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടി കാണിക്കാറുണ്ട്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയോഡൈമിയം മുതൽ ഏകദേശം യൂറോപ്യം വരെ ഉള്ള എലമെന്റുകളാണ് എന്ത് കാണിക്കുക ഈ പറയുന്ന +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കോമൺ ആയിട്ട് കാണിക്കുക rather than +3 കൂടാതെ. പിന്നെ നമ്മൾ സീരിയം ആൻഡ് പ്രോമിത്തിയം നിങ്ങൾ ഓർക്കേണ്ട കാര്യം അത് രണ്ടും എന്ത് കാണിക്കാറുണ്ട് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാറുണ്ട് സീരിയവും പ്രോമിത്തിയവും. അതുപോലെ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന രണ്ട് എലമെന്റുകളാണ് ഏതൊക്കെ ഒന്ന് ഈ പറഞ്ഞ പോലെ ടെർബിയവും അതുപോലെ തന്നെ ഡൈസ്പോറിയവും. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. അതായത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 കൂടാതെ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് പോസിബിൾ ആണ്. ആൻഡ് ഒബ്വിയസ്ലി ടെർബിയം ആൻഡ് ലുട്ടീഷ്യം എന്ത് കാണിക്കാറുണ്ട് +2 കാണിക്കാറുണ്ട്. സോ സോറി അതെ അല്ല ഇറ്റർബിയം ലുട്ടീഷ്യം അല്ല സോറി തുളിയവും ഇറ്റർബിയവും എന്ത് കാണിക്കാറുണ്ട് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാറുണ്ട്. പിന്നെ +4 കാണിക്കുന്ന എലമെന്റുകളാണ് എന്ത് സീരിയം അതുപോലെ തന്നെ പ്രീസോഡൈമിയം അതുപോലെ ടെർബിയവും ഡൈസ്പോറിയവും. ഈ 3 ഓക്സിഡേഷൻ സ്റ്റേറ്റുകളാണ് വളരെ കോമൺ ആയിട്ട് ഈ എലമെന്റുകൾ കാണിക്കുക. +3 എല്ലാം കാണിക്കും, പിന്നെ +2 ചില എലമെന്റുകൾ കാണിക്കും, അതുപോലെ +4 ചില എലമെന്റുകൾ കാണിക്കും. സോ അതൊന്നും എന്ത് ചെയ്യുക നോട്ട് ചെയ്യുക ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്നുള്ളത്. Okay, so this is all about the electronic configuration and the oxidation state of F block elements. ഇതിലെ ലാൻഡനൈറ്റ്സ് എന്നുള്ളതിന്റെ കേസാണ് ഇപ്പോൾ പറഞ്ഞു നിർത്തിയത്. ഇനി നമ്മൾ നെക്സ്റ്റ് വരുന്നൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു ഇപ്പൊ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഇവ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുക എന്നാണ് നമ്മൾ ഇനി പറഞ്ഞു വെക്കുക. അതായത് സേ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയും ഓക്സിഡേഷൻ സ്റ്റേറ്റില് ഏറ്റവും കോമൺ ആയിട്ട് കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ +2 കാണിക്കാറുണ്ട്, അതുപോലെ +3 കാണിക്കാറുണ്ട്, +4 കാണിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അതില് നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു കാര്യം സീരിയം 4+ എന്ന് പറയുന്ന കേസിൽ സീരിയത്തിന്റെ കേസ് നമ്മൾ പറഞ്ഞിരുന്ന നേരത്തെ സീരിയത്തിന്റെ കേസിൽ ഇതിനുള്ള പോസിബിലിറ്റി ഉണ്ട് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു F0 കോൺഫിഗറേഷൻ വരുന്നു എന്നുള്ളത് കൊണ്ടാണ്. F0 കോൺഫിഗറേഷൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താണ് സ്റ്റേബിൾ ആണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ സീരിയം എന്ത് കാണിക്കുക +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുക. അതുപോലെ യൂറോപ്യം എന്ന് പറഞ്ഞ എലമെന്റുകളുടെ കേസിൽ 2+ അതുപോലെ ടെർബിയം 4+ കാണിക്കും. ബിക്കോസ് യൂറോപ്യം 2+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F7 കോൺഫിഗറേഷൻ ആണ്. ടെർബിയം 4+ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും F7 കോൺഫിഗറേഷൻ ആണ്. നമ്മൾ തൊട്ട് മുമ്പുള്ള സ്ലൈഡിൽ പറഞ്ഞിരുന്നു ഈ കാര്യം. യൂറോപ്യം 2+ കാണിക്കാം, ടെർബിയം ഈ പറഞ്ഞ പോലെ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ളത് കൊണ്ട് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാം. പിന്നെ അതുപോലെ ഇറ്റർബിയം നമ്മൾ 2+ എന്തുകൊണ്ട് കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ റീസൺ എന്താണ്? ബിക്കോസ് അതിന് F40 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഇത് കാണിക്കുക അത് 2+ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുക. സോ ഇതാണ് നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് നമ്മൾ പറഞ്ഞു വെക്കുക. ആൻഡ് അതിന്റെ റീസൺസ് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യം? ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്ന ഒരു കാര്യമാണ് ദാറ്റ് ഈസ് വാട്ട് യു കോൾ ആറ്റമിക് റേഡിയേ. അതായത് ഈ പറഞ്ഞതുപോലെ ലാൻഡനൈറ്റ്സിന്റെ ആറ്റമിക് റേഡിയയുടെ ഓർഡർ എങ്ങനെയാണ് എന്നുള്ളത്. നമ്മൾ ലാൻഡനൈറ്റ്സ് അതുപോലെ തന്നെ അവയുടെ ആറ്റമിക് റേഡിയേ ഇവിടെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോ നമ്മൾ സാധാരണ ഏതൊരു ഗ്രൂപ്പിലും പറയുന്നത് പോലെ തന്നെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുംതോറും ആറ്റമിക് റേഡിയേ എന്ന് പറയുന്നത് എന്താണ് ചെയ്യുക? ആറ്റമിക് സൈസ് ഓർ ആറ്റമിക് റേഡിയേ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. നിങ്ങൾ നോക്കിയാൽ അറിയാം ലാൻഡനം 187 ആണ്, ദെൻ അത് 183, 182, 181 എന്ന് പറഞ്ഞിട്ട് 172 വരെ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഈ ലാൻഡനൈഡുകളില് ഒരു റിക്കറിംഗ് ആയിട്ടുള്ള ഡിക്രീസ് ഇൻ സൈസ് ആണ് ഉണ്ടാവുക. അതായത് നമ്മൾ ലാൻഡനം മുതൽ ലുട്ടീഷ്യം വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇലക്ട്രോൺസ് ആഡ് ചെയ്യപ്പെടുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈ പറഞ്ഞ പോലെ ഇന്നർ ഓർബിറ്റൽസിലേക്കാണ് അല്ലെ. അതായത് N-1 F ഓർബിറ്റൽസിലേക്കാണ് എന്ത് ചെയ്യപ്പെടുക? F ഓർബിറ്റൽസിലേക്കാണ് എന്ത് ചെയ്യപ്പെടുക? ഇലക്ട്രോൺസ് ആഡ് ചെയ്യപ്പെടുക. ആൻഡ് ഈ F ഓർബിറ്റൽ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ പറഞ്ഞതുപോലെ പുറമേയുള്ള ഷെല്ലല്ല ഉള്ളിലുള്ള F ഓർബിറ്റൽസ് ആണ് അല്ലെ. ആൻഡ് ഈ F ഓർബിറ്റൽസിന് ഷീൽഡിംഗ് ഇഫക്റ്റ് എന്ന് പറയുന്നത് വളരെ poor ഷീൽഡിംഗ് ഇഫക്റ്റ് ആണ്. സോ ഇറ്റ് ഹാസ് poor ഷീൽഡിംഗ് ഇഫക്റ്റ് ആണ് അല്ലെ.
അതായത് നമ്മൾ ഏറ്റവും കുറവ് ഷീൽഡിംഗ് ഇഫക്റ്റ് കാണിക്കുന്ന എലമെന്റുകളിൽ ഒന്നാണ്, സോറി ഓർബിറ്റൽസിൽ ഒന്നാണ് എന്താ ഈ പറഞ്ഞ പോലെ എഫ് ഓർബിറ്റൽ എന്നുള്ളത്. ഈ പുവർ ഷീൽഡിംഗ് ഇഫക്റ്റ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ന്യൂക്ലിയർ ചാർജ്, അതായത് സാധാരണ ഇലക്ട്രോൺസ് ആഡ് ചെയ്യുന്നതനുസരിച്ച് ഉള്ളിലേക്ക് ഇലക്ട്രോൺസ് വരുന്നതനുസരിച്ചിട്ട് ന്യൂക്ലിയർ ചാർജ് അല്ലെങ്കിൽ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത് കുറയുകയാണ് ചെയ്യേണ്ടത്, അതായത് സൈസ് കൂടുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ പറയുന്നത് ഇവിടെ എന്താണ്, എഫ് ഓർബിറ്റൽസിന്റെ ഷീൽഡിംഗ് ഇഫക്റ്റ് വളരെ പുവർ ഷീൽഡിംഗ് ഇഫക്റ്റ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അതുമൂലം നമുക്ക് എന്ത് കാണാൻ പറ്റും, ലാൻഥനം മുതൽ ലുട്ടീഷ്യം വരെയുള്ള കേസിൽ ഈ പറയുന്ന സൈസിൽ ഒരു ഡിക്രീസ് കാണാനായിട്ട് പറ്റും. എന്നാൽ ഈ ഡിക്രീസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഡിക്രീസ് അല്ല. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലാൻഥനം മുതൽ സീരിയം വരെ നോക്കിക്കഴിഞ്ഞാൽ 187 then 183, അതായത് ഈ ഒരു ഡിക്രീസ് എത്രയുണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 യൂണിറ്റ് ഡിക്രീസ് ആണുള്ളത് അല്ലെ. എന്നാൽ അടുത്ത രണ്ട് എലമെന്റുകൾ തമ്മിലുള്ള ഡിക്രീസ് എത്രയായിട്ട് മാറും, ദാറ്റ് ഈസ് വാട്ട് ഈക്വൽ 3 യൂണിറ്റ് ഡിക്രീസ് ആയിട്ട് മാറുന്നു. ഇവൻ ദോ ഡിക്രീസ് ആണ്, ബട്ട് ദാറ്റ് ഡിക്രീസ് എന്ന് പറയുന്നത് കുറഞ്ഞു വരും. അതായത് സക്സസീവ് എലമെന്റുകൾ തമ്മിലുള്ള സൈസ് ഡിഫറൻസ് എന്ന് പറയുന്നത് കുറഞ്ഞു വരും. 82 to 81 ആണ് അടുത്തത് വരിക, അതായത് പ്രീസോഡൈമിയം മുതൽ നിയോഡൈമിയം വരെ. സോ ഇവിടുത്തെ ഡിക്രീസ് എത്രയായിട്ട് മാറുന്നു, ദാറ്റ് ഈസ് 1 ആയിട്ട് മാറുന്നു. ഇനി നിയോഡൈമിയം ദെൻ പ്രൊമീത്തിയം എന്നൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സൈസ് എങ്ങനെയായിട്ട് മാറുന്നു, ഏകദേശം സ്റ്റേബിൾ ആയിട്ട് മാറുന്നു. അപ്പോ ഈ പറയുന്ന ഡിക്രീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഈ ഓവറോൾ ഡിക്രീസ് വളരെ നെഗ്ലിജിബിൾ ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ എലമെന്റുകൾക്ക് എല്ലാം തന്നെ ഏകദേശം സിമിലർ സൈസ് വരാനുള്ള പോസിബിലിറ്റിയും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു വെക്കും. ഫൈൻ. സോ അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞു വെക്കുക, വി കോൾ ഇറ്റ് ആസ് ലാൻഥനൈഡ് കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞു വെക്കുക. ഫൈൻ. സോ എന്താണ് ലാൻഥനൈഡ് കോൺട്രാക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡ്യൂ ടു ദ പുവർ ഷീൽഡിംഗ് ഇഫക്റ്റ് ഓഫ് ദ എഫ് ഓർബിറ്റൽ ഇലക്ട്രോൺസ് in lanthanides the size of the elements is decreasing, but the decrease is not that much stable. So this phenomenon is known as what, lanthanide contraction. ഈ lanthanide contraction ഒരുപാട് കോൺസിക്വൻസുകൾ നമ്മൾ പറഞ്ഞു വെക്കാറുണ്ട്. അതായത് ഡ്യൂ ടു ലാൻഥനൈഡ് കോൺട്രാക്ഷൻ ഈ പറഞ്ഞ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സിൽ ഒരുപാട് പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞു വെക്കാറുണ്ട്. സോ എന്താണ് ലാൻഥനൈഡ് കോൺട്രാക്ഷൻ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അപ്പോൾ അയഡിക് സൈസിലും അതുപോലെ തന്നെ അവയുടെ ആറ്റമിക് സൈസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഡിക്രീസ് കാണാൻ പറ്റും, ബട്ട് ദാറ്റ് ഡിക്രീസ് ഈസ് നോട്ട് ദാറ്റ് മച്ച് സ്റ്റേബിൾ അല്ല. ഓൾമോസ്റ്റ് ഈ എലമെന്റുകളുടെ കേസിൽ സൈസ് എങ്ങനെയാണ് വരിക, സിമിലർ ആയിട്ടാണ് വരിക. നമുക്കറിയാം സൈസ് ആണ് മിക്ക എലമെന്റുകളുടെയും പ്രോപ്പർട്ടീസിനെ ഡിറ്റർമിൻ ചെയ്യുക അല്ലെ. അപ്പോ ഈ എലമെന്റുകളുടെ സൈസ് ഏറെക്കുറെ സിമിലർ മോഡലിലാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവയുടെ പ്രോപ്പർട്ടീസ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എങ്ങനെയായിരിക്കും, ഏറെക്കുറെ സിമിലർ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലാൻഥനൈഡ്സിന്റെ സെപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ട് മാറുന്നു എന്ന് പറഞ്ഞു വെക്കും. അതിന്റെ റീസൺ എന്ത് തന്നെയാണ്, ദാറ്റ് ഈസ് വാട്ട് യു കോൾ ലാൻഥനൈഡ് കോൺട്രാക്ഷൻ തന്നെയാണ്. ക്ലിയർ ആണോ, ഓക്കെ ആണോ? ഇതാണ് നമ്മൾ ലാൻഥനൈഡ് കോൺട്രാക്ഷൻ എന്നുള്ളത് പറഞ്ഞു വെക്കുക. ക്ലിയർ? ഇനി ലാൻഥനൈഡ് കോൺട്രാക്ഷന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് ഇനി അറിയേണ്ടത്. അതായത് എന്താണ് ലാൻഥനൈഡ് കോൺട്രാക്ഷൻ എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പറയേണ്ടത് ലാൻഥനൈഡ് കോൺട്രാക്ഷന്റെ കോൺസിക്വൻസസ് ഏതൊക്കെയാണ്. ഓക്കെ. സോ ലാൻഥനൈഡ് കോൺട്രാക്ഷന് പ്രധാനമായിട്ടും ഉണ്ടാകുന്ന കോൺസിക്വൻസസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കോൺസിക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഫസ്റ്റ് ലാൻഥനൈഡ് കോൺട്രാക്ഷനിൽ ഉണ്ടാകുന്ന കോൺസിക്വൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്തായിരുന്നു, ദാറ്റ് ഈസ് വാട്ട് യു കോൾ, ഈ പറഞ്ഞതുപോലെ ഇവയ്ക്ക് എല്ലാത്തിനും സിമിലർ സൈസ് ആണ്. അപ്പോ സിമിലർ സൈസ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവയുടെ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും, സിമിലർ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അവയുടെ സെപ്പറേഷൻ എന്ന് പറയുന്നത്, അവയുടെ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇതാണ് ഒരു കോൺസിക്വൻസ് എന്ന് പറഞ്ഞു വെക്കുക. ഇനി രണ്ടാമത്തെ ഒരു കോൺസിക്വൻസ് നമ്മൾ പറയും, അതായത് ലാൻഥനൈഡ്സ് കഴിഞ്ഞു വരുന്ന സ്കാൻഡിയം, ഇട്രിയം, ലാൻഥനം, ആക്ടിനം, അതുപോലെ നെക്സ്റ്റ് വരിക ടൈറ്റാനിയം, സിർക്കോണിയം, ഹാഫ്നിയം എന്നുള്ളതാണ്. ദെൻ വനേഡിയം, നിയോബിയം, ടൻറ്റാലം എന്നുള്ളതാണ് അല്ലെ. അപ്പോ നമ്മൾ ഈ ലാൻഥനൈഡുകളുടെ കേസിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അത്രയും സൈസ് ഡിഫറൻസ് ഇല്ല എന്നുള്ളത് കൊണ്ട് ഈ പറഞ്ഞതുപോലെ നമ്മൾ നോർമലി പറഞ്ഞു വെക്കുക സിർക്കോണിയം, ഹാഫ്നിയം, അതായത് ഡി ബ്ലോക്ക് എലമെന്റ്സില് സിർക്കോണിയവും ഹാഫ്നിയവും എടുത്തു കഴിഞ്ഞാല് ഇവ രണ്ടും വരുന്നത് എങ്ങനെയാണ്, താഴേക്കാണ്, ഗ്രൂപ്പിൽ താഴേക്കുള്ള എലമെന്റുകളാണ്. അപ്പൊ നമ്മൾ സാധാരണ പറഞ്ഞു വെക്കുക ഗ്രൂപ്പിൽ താഴത്തേക്ക് വരുന്നതും സൈസ് എന്ത് ചെയ്യുന്നു, കൂടുന്നു എന്നാണ് പറഞ്ഞു വെക്കുക. പക്ഷേ ഈ രണ്ട് എലമെന്റുകൾക്ക് ഇടയിലുള്ള 14 എലമെന്റുകളുടെ സൈസിൽ വലിയ വേരിയേഷൻസ് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ
ഈ രണ്ട് എലമെന്റുകളുടെ സൈസ് ഏറെക്കുറെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് സിർക്കോണിയത്തിന്റെയും അതുപോലെ തന്നെ ഹാഫ്നിയത്തിന്റെയും സൈസ് നമുക്ക് ഏതാണ്ട് എന്ത് പറയാൻ പറ്റും? സിമിലർ സൈസ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോ ഡി ബ്ലോക്ക് എലമെന്റ്സിന് സിർക്കോണിയം ഹാഫ്നിയം എന്നുള്ളതിന്റെ സൈസ് ഏറെക്കുറെ സിമിലർ ആവാനുള്ള റീസൺ എന്താണ്? ഈ പറഞ്ഞ ലാൻഥനൈഡ് കോൺട്രാക്ഷൻ തന്നെയാണ്. അതുപോലെ തന്നെയാണ് നെക്സ്റ്റ് ഗ്രൂപ്പിലും ഇതേ റിഫ്ലക്ഷൻ ഉണ്ടാവും. അതായത് നിങ്ങൾ നിയോബിയം ആൻഡ് ടെൻഡാലം എടുക്കുകയാണെങ്കിൽ, ടെൻഡാലവും അതുപോലെ തന്നെ നിയോബിയവും നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെയും സൈസ് എങ്ങനെയാണ്? ഏറെക്കുറെ സിമിലർ ആയിട്ട് നിൽക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അതിന്റെ റീസൺ നമ്മൾ പറഞ്ഞു വെക്കുക എന്ത് ഉപയോഗിച്ചിട്ടാണ്? ഈ പറഞ്ഞ ലാൻഥനൈഡ് കോൺട്രാക്ഷൻ ഉപയോഗിച്ചിട്ടാണ് പറഞ്ഞു വെക്കുക. ക്ലിയർ? ഇനി അതുപോലെ മൂന്നാമത്തെ ഒരു കോൺസിക്വൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇവയുടെ ഹൈഡ്രോക്സൈഡ്സ്, നമ്മൾ പിന്നീട് അടുത്ത സ്ലൈഡിൽ ഇത് പറയും. സോ ഇവയുടെ ഹൈഡ്രോക്സൈഡ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഹൈഡ്രോക്സൈഡ്സ് ഏതൊക്കെയാണ്? ഇപ്പോൾ ലാൻഥനത്തിന്റെ ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LaOH ത്രൈസ് എന്നുള്ളതായിരിക്കും ലാൻഥനം ഹൈഡ്രോക്സൈഡ്. ബിക്കോസ് 3+ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. അതെ. ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ലുട്ടീഷ്യത്തിന്റെ ഹൈഡ്രോക്സൈഡ് പറയുകയാണെങ്കിൽ LuOH ത്രൈസ് എന്നുള്ളതായിരിക്കും. അപ്പൊ ഇവയുടെ ബേസിസിറ്റി നമ്മൾ പറയുന്നു എന്ന് വിചാരിക്കുക. അതായത് ഹൈഡ്രോക്സൈഡ്സിന്റെ ബേസിസിറ്റി, നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, സോ നമ്മൾ പറയും ഈ ലാൻഥനം മുതൽ ലുട്ടീഷ്യം വരെ സൈസ് എന്ത് ചെയ്യാണ് ചെയ്യുക? ഇങ്ങോട്ടേക്ക് വരുന്തോറും സൈസ് എന്ന് പറയുന്നത് കുറയുകയാണ് ചെയ്യുക, അല്ലെ? അപ്പോ നമ്മൾ കാറ്റയോൺ എന്ന് പറയുന്നതിന്റെ ചാർജ് ഇവിടെ സെയിം ആണ്, 3+ ആണ്. സൈസ് കുറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന്റെ പോളറൈസിംഗ് കപ്പാസിറ്റി ഓർ പോളറൈസിംഗ് എബിലിറ്റി ഓർ പോളറൈസിംഗ് കപ്പാസിറ്റി എന്ന് പോളറൈസിംഗ് പവർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? സൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ പോളറൈസിംഗ് പവർ എന്ന് പറയുന്നത് എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്? കൂടാൻ ഉള്ള പോസിബിലിറ്റി ഉണ്ട്. സോ പോളറൈസിംഗ് പവർ കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്തായിട്ട് കാണപ്പെടും? ഈ പറഞ്ഞതുപോലെ ഒരു അയോണിക് നേച്ചർ കൂടുതൽ കാണിക്കും, അല്ലെങ്കിൽ അവയുടെ ബേസിസിറ്റി എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ലാൻഥനം മുതൽ ലുട്ടീഷ്യം വരെ എന്ത് ചെയ്യാണ് ചെയ്യുക? ബേസിസിറ്റി റെഗുലർ ആയിട്ട് കുറയുകയാണ് ചെയ്യുക. സോ ഏറ്റവും ബെസ്റ്റ് ബേസിക് എന്ന് പറയുന്നതായിരിക്കും ലാൻഥനമായിരിക്കും. ലുട്ടീഷ്യം എന്ന് പറയുന്നത് ലെസ് ബേസിക് ആയിരിക്കും. ഇതാണ് നമ്മൾ എന്ത് പറഞ്ഞു വെക്കുക? 3 കോൺസിക്വൻസ്. അപ്പൊ ഇതും എന്താണ്? ലാൻഥനൈഡ് കോൺട്രാക്ഷന്റെ ഒരു കോൺസിക്വൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോ സിമിലർ സൈസ് ഉള്ളത് കൊണ്ട് തന്നെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് സിമിലർ ആയതുകൊണ്ട് എക്സ്ട്രാക്ഷൻ ഡിഫിക്കൽറ്റി ഉള്ളത് ലാൻഥനൈഡ് കോൺട്രാക്ഷന്റെ ഒരു കോൺസിക്വൻസ് ആണ്. മറ്റൊന്ന്, നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സിൽ സിർക്കോണിയം ഹാഫ്നിയം ഈവൻ ദോ സെയിം ഗ്രൂപ്പിലാണെങ്കിലും അവയ്ക്ക് എന്തുകൊണ്ട് സൈസ് സിമിലർ ആയിട്ട് വരുന്നു എന്നുള്ളത് കൊണ്ട്. ഓക്കെ, സെയിം ഗ്രൂപ്പിൽ തൊട്ട് താഴെയുള്ള എലമെന്റ് ആണെങ്കിൽ പോലും സൈസ് എന്തുകൊണ്ട് സിമിലർ ആയിട്ട് വരുന്നു. അതുപോലെ നിയോബിയവും ടെൻഡാലവും സൈസ് എന്തുകൊണ്ട് സിമിലർ ആയിട്ട് വരുന്നു എന്നുള്ളത് എന്താണ്? ലാൻഥനൈഡ് കോൺട്രാക്ഷന്റെ ഒരു കോൺസിക്വൻസ് ആണ്. മറ്റൊന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുക എന്ത്? ഇവയുടെ ബേസിസിറ്റി കുറയുന്നു എന്നുള്ളതും നമുക്ക് എന്ത് പറയാൻ പറ്റും? ലാൻഥനൈഡ് കോൺട്രാക്ഷന്റെ ഒരു കോൺസിക്വൻസ് ആയിട്ട് പറയാനായിട്ട് പറ്റും. ക്ലിയർ ആണോ? സോ ദീസ് ആർ വാട്ട് വി കോൾ ദ കോൺസിക്വൻസസ് ഓഫ് ലാൻഥനൈഡ് കോൺട്രാക്ഷൻ. മിക്കവാറും ചോദിക്കുന്ന ഒരു കാര്യമാണ് വാട്ട് യു മീൻ ബൈ ലാൻഥനൈഡ് കോൺട്രാക്ഷൻ ആൻഡ് വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓഫ് ലാൻഥനൈഡ് കോൺട്രാക്ഷൻ എന്നുള്ളത്. ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യം? ഇനി നമ്മൾ നെക്സ്റ്റ് പറയാനായിട്ട് പോകുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ദാറ്റ് ഈസ് ഈ പറഞ്ഞതുപോലെ നമ്മൾ ഹൈഡ്രോക്സൈഡ്സിന്റെ ബേസിസിറ്റിയെ കുറിച്ച് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് ബേസിസിറ്റി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു സീറിയം മുതൽ ലുട്ടീഷ്യം വരെ എന്ത് ചെയ്യാണ് ചെയ്യുക? ബേസിസിറ്റി കുറയുകയാണ്. ബേസിസിറ്റി ഓഫ് ഹൈഡ്രോക്സൈഡ്സ് ആണ് ലാൻഥനം ഹൈഡ്രോക്സൈഡ്സ് നമ്മൾ LNOH ത്രൈസ് എന്നാണ് പറഞ്ഞു വെക്കുക. ആൻഡ് ഇവയെല്ലാം തന്നെ അയോണിക് ആൻഡ് ബേസിക് നേച്ചർ ആണ് സാധാരണ ഹൈഡ്രോക്സൈഡ്സ് കാണിക്കുക. ആൻഡ് കാൽഷ്യം ഹൈഡ്രോക്സൈഡിനേക്കാളും ലെസ് ബേസിക് ആണ്. പക്ഷെ തൊട്ട് താഴെയുള്ള പി ബ്ലോക്കിന്റെ ഹൈഡ്രോക്സൈഡ്സിനേക്കാളും എന്താണ്? ഈ പറഞ്ഞ മോർ ബേസിക് ആണ് ആര് കാണിക്കുക? നമ്മുടെ ലാൻഥനം ഹൈഡ്രോക്സൈഡ്സ് കാണിക്കുക. ഇനി ബേസിസിറ്റി ഓഫ് ലാൻഥനം ഹൈഡ്രോക്സൈഡ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹൈഡ്രോക്സൈഡ്സ് എന്ന് പറയുന്നത് സീറിയം മുതൽ ലുട്ടീഷ്യം വരെ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞതുപോലെ ബേസിസിറ്റി ഡിക്രീസ് ചെയ്യുന്നു എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അതിന്റെ റീസൺ നമ്മൾ പറഞ്ഞു വെക്കുക എന്താണ്? ദാറ്റ് ഈസ് വാട്ട് വി കോൾ ലാൻഥനൈഡ് കോൺട്രാക്ഷൻ എന്നുള്ളതാണ്. ലാൻഥനൈഡ് കോൺട്രാക്ഷൻ എന്നുള്ളതാണ്. ക്ലിയർ? ഇനി മറ്റൊരു കാര്യം, നമ്മൾ സീറിയം ഹൈഡ്രോക്സൈഡ്സ് എന്ന് പറയുന്നത് മോസ്റ്റ് ബേസിക് ആണ്. ലുട്ടീഷ്യം ഹൈഡ്രോക്സൈഡ്സ് എന്ന് പറയുന്നത് ലീസ്റ്റ് ബേസിക്സ് ആണ്. ഇന്റർമീഡിയറ്റ്സ് എന്ന് പറയുന്നത് സ്കാൻഡിയം മുതൽ ഇട്രിയം വരെ എന്ത് ചെയ്യുന്നു? ബേസിക്സ് നമുക്ക് പറയാനായിട്ട് പറ്റും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ദെൻ നമ്മൾ ഇതിന്റെ ബേസിക് നേച്ചർ നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ ഉപയോഗിച്ചിട്ടാണ്. ഇറ്റർബിയം സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തതായ ഒരു കോംപ്ലക്സ് ഉണ്ടാക്കാം. അതുപോലെ ലുട്ടീഷ്യം എന്ത് ചെയ്യാം? സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് ഒരു കോംപ്ലക്സ് ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ക്ലിയർ? അപ്പോ ഈ ബേസിസിറ്റിയുടെ റീസൺ നമ്മൾ പറഞ്ഞു വെക്കുക ലാൻഥനൈഡ് കോൺട്രാക്ഷൻ വഴിയാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യാം? ഒന്ന് ഓർത്ത് വെക്കുക.
ക്ലിയർ ആണോ? സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദ ബേസിസിറ്റി ഓഫ് ഹൈഡ്രോക്സൈഡ്സ് അല്ലെങ്കിൽ ലാൻഥനൈഡ് കോൺട്രാക്ഷൻ എന്നുള്ളൊരു കാര്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇത്രയുമാണ്. ക്ലിയർ? ഇനി ലാൻഥനൈഡുകളുടെ മറ്റൊരു പ്രോപ്പർട്ടിയെ കുറിച്ചാണ് നമ്മൾ ഈ പറഞ്ഞു വെക്കുക. ഓൾറെഡി നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ കേസിൽ പറഞ്ഞ അതേ പ്രോപ്പർട്ടി തന്നെയാണ്. അതായത് ലാൻഥനൈഡ്സും ഈ പറഞ്ഞതുപോലെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കാം. സോ എങ്ങനെയാണ് ലാൻഥനൈഡ്സിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നമുക്ക് പറയാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് ഇഫ് ദർ ആർ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇൻ 4f സബ്ഷെൽ ഉണ്ടായെന്നുണ്ടെങ്കിൽ, നമ്മൾ സാധാരണ പറയുന്നത് പോലെ തന്നെ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് കാണിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്? മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് ഒബ്വിയസ്ലി അതിന്റെ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് എത്രയാണ് വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് n into n+2 ബോർ മാഗ്നറ്റോൺ ആണ്. ഇവിടെ n എന്ന് പറയുന്നത് ഈസ് വാട്ട് യു കോൾ ദ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് എന്നുള്ളതാണ്. അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ എണ്ണം ആണ് നമ്മൾ എന്ത് പറയുക? ദാറ്റ് ഈസ് വാട്ട് യു കോൾ n എന്ന് പറഞ്ഞു വെക്കുക. സോ അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞതുപോലെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി പറയാൻ പറ്റും. ഇനി ഈ പറഞ്ഞതുപോലെ എഫ് ഇലക്ട്രോൺസിൽ ഇലക്ട്രോൺസ് ഇല്ല എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ലാൻഥനം 3+ എടുത്താൽ ദാറ്റ് ഈസ് വാട്ട് യു കോൾ D0F0 കോൺഫിഗറേഷൻ ആണ് അല്ലെ. അപ്പോ ഈ പറയുന്ന എലമെന്റിന്റെ കേസിൽ നമുക്കറിയാൻ പറ്റും ദാറ്റ് ഈസ് വാട്ട് യു കോൾ അവയ്ക്ക് എന്തില്ല? ഈ പറഞ്ഞതുപോലെ എഫ് ഇലക്ട്രോൺസ് ഇല്ല അല്ലെ. എഫ് ഇലക്ട്രോൺസ് ഇല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിന് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എത്രയാണ് വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ് വരിക. അതുപോലെ നിങ്ങൾ ലുട്ടീഷ്യം 3+ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ലുട്ടീഷ്യം 3+ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് വാട്ട് യു കോൾ F14 സിസ്റ്റം ആണ് അല്ലെ. F14 എന്ന് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാ ഇലക്ട്രോൺസും പെയർഡ് ആണ് എന്നാണ് ഇതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അവിടെയും മ്യൂ വാല്യൂ എത്രയായിരിക്കും വരിക? 0 ആയിരിക്കും. ബിക്കോസ് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 0 ആണ് എന്നുള്ളത് കൊണ്ട്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് വാട്ട്? ലാൻഥനൈഡ്സ് എന്നുള്ളത്. അപ്പോ ഡി ബ്ലോക്ക് എലമെന്റ്സിനേക്കാളും കുറഞ്ഞ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കാനുള്ള പോസിബിലിറ്റി ആർക്കുണ്ട്? ലാൻഥനൈഡ്സിന് ഉണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യാം? ഓർത്തു വെക്കുക. ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യം? ഇനി നമ്മൾ നെക്സ്റ്റ് പ്രോപ്പർട്ടിയിലേക്ക് വരികയാണ്. ദാറ്റ് ഈസ് വാട്ട് യു കോൾ കളർ ഓഫ് ദ കോംപ്ലക്സ്. ലൈക്ക് ഡി ബ്ലോക്ക് എലമെന്റ്സിനെ പോലെ തന്നെ ലാൻഥനൈഡ്സും എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്? കളർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് സോളിഡ് സ്റ്റേറ്റിലും അതുപോലെ അക്വ സ്റ്റേറ്റിലും എന്ത് ചെയ്യാം? ഈ പറഞ്ഞതുപോലെ കളർ പ്രൊഡക്ഷൻ കാണിക്കാനുള്ള പോസിബിലിറ്റി ആർക്കുണ്ട്? നമ്മുടെ ഈ പറഞ്ഞ ലാൻഥനൈഡ്സിന്റെ കേസിലുണ്ട്. ആൻഡ് എന്തുകൊണ്ടാണ് ലാൻഥനൈഡ്സ് കളർ കാണിക്കുക എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടായിരുന്നു ഡി ബ്ലോക്ക് എലമെന്റ്സ് കളർ പ്രൊഡ്യൂസ് ചെയ്യുക? ബിക്കോസ് ദേ ഹാവ് DD ട്രാൻസിഷൻ ഉള്ളത് കൊണ്ട് അല്ലെ. അതുപോലെ ഇവിടെ നമ്മൾ പറഞ്ഞു വെക്കും സിമിലർലി എഫ് ട്രാൻസിഷൻ ആർക്ക് പോസിബിൾ ആണ്? നമ്മുടെ ലാൻഥനൈഡ്സിന്റെ കേസിൽ അല്ലെങ്കിൽ എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ കേസിൽ പോസിബിൾ ആണ്. അപ്പോൾ എഫ് ട്രാൻസിഷൻ ഉള്ളത് കൊണ്ട് ഇലക്ട്രോണിക് ജമ്പിങ് ഫ്രം വൺ എഫ് ഓർബിറ്റൽ ടു അനദർ എഫ് ഓർബിറ്റൽ, ഒരു എഫ് ഓർബിറ്റലിൽ നിന്ന് മറ്റൊരു എഫ് ഓർബിറ്റിലേക്ക് ഇലക്ട്രോണിക് ജമ്പിങ് ഉണ്ടാവും. ആൻഡ് തിരിച്ച് അത് ഡീഎക്സൈറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം എമൗണ്ട് ഓഫ് എനർജി ആണോ അത് അബ്സോർബ് ചെയ്തത്, ആ എമൗണ്ട് ഓഫ് എനർജി എന്ത് ചെയ്യുന്നു? അത് ലീവ് ചെയ്യുന്നു. സിമിലർലി ഈ എഫ് ഓർബിറ്റൽസ് തമ്മിലുള്ള എനർജി ഡിഫറൻസ് വളരെ കുറവാണ് എന്നുള്ളത് കൊണ്ട് ഇവിടെ എനർജി അബ്സോർബ് ചെയ്യുകയും എനർജി എമിറ്റ് ചെയ്യുകയും ചെയ്യുക നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ കളർ റീജിയനിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ വിസിബിൾ റീജിയനിൽ നിന്നായിരിക്കും. അതുകൊണ്ട് ഈ കോംപ്ലക്സുകൾ എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്? കളർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി അതിൽ തന്നെ F40 അല്ലെങ്കിൽ F0 കോൺഫിഗറേഷൻ ഉള്ള എലമെന്റുകൾ എന്ത് കാണിക്കില്ല? ലൈക്ക് നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്സിനെ പോലെ തന്നെ കളർ പ്രൊഡ്യൂസ് ചെയ്യില്ല. കാരണം അവിടെ എഫ് ട്രാൻസിഷൻ പോസിബിൾ അല്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. ക്ലിയർ ആണോ? ഇത്രയുമാണ് നമ്മൾ കളർ ഓഫ് കോംപ്ലക്സസ്, അതായത് എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ കളർ എന്നുള്ളതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു വെക്കുന്ന കാര്യം. ഇനി നെക്സ്റ്റ് നമ്മൾ ഇനി പറയുന്ന ഒരു കാര്യമാണ് ദാറ്റ് ഈസ് വാട്ട് വി കോൾ ആക്ടിനൈഡ് സീരീസ് എന്നുള്ളത്. നമ്മൾ ലാൻഥനൈഡ് സീരീസ് പോലെ തന്നെ നെക്സ്റ്റ് പറയുന്ന ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ നെക്സ്റ്റ് പറയുന്ന എലമെന്റുകളാണ് ദാറ്റ് ഈസ് വാട്ട് വി കോൾ ആക്ടിനൈഡ്സ്. സോ എന്താണ് ആക്ടിനൈഡ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും അല്ല, നമ്മൾ പറഞ്ഞു ദാറ്റ് ഈസ് ആക്ടിനം മുതൽ ദാറ്റ് ഈസ് ലോറൻഷ്യം വരെ ഉള്ള എലമെന്റുകളെയാണ് നമ്മൾ എന്ത് പറഞ്ഞു വെക്കുക? വി കോൾ ഇറ്റ് ആസ് ആക്ടിനൈഡ്സ് എന്ന് പറഞ്ഞു വെക്കുക. അതായത് 89 മുതൽ ഈ പറഞ്ഞതുപോലെ ഏകദേശം 103 വരെ ലോറൻഷ്യം വരെയുള്ള എലമെന്റുകളെ വിളിക്കുന്ന പേരാണ് നമ്മൾ ആക്ടിനൈഡ്സ് എന്ന് പറഞ്ഞു വെക്കുക. സോ ആക്ടിനൈഡ്സിന്റെ കേസിലും നമ്മൾ പറയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഇതാണ്, അതായത് ദാറ്റ് ഈസ് അവിടെയും എഫ് ഓർബിറ്റലിലേക്കാണ് എന്ത് ചെയ്യപ്പെടുക? ഇലക്ട്രോൺസ് എക്സ്പെൽ ചെയ്യപ്പെടുക. ഇതില് നമ്മൾ ഒരു യുറേനിയം മുതൽ താഴേക്കുള്ള എലമെന്റുകളുടെ കേസിൽ അവരെ നമ്മൾ വിളിക്കുക ദാറ്റ് ഈസ് വാട്ട് വി കോൾ ട്രാൻസ് യുറാനിക് എലമെന്റ്സ് എന്നാണ് പറഞ്ഞു വെക്കുക. സോ അവയ്ക്ക് എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്? ഈ പറയുന്ന റേഡിയോ ആക്ടിവിറ്റി കാണിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക.
ആൻഡ് അതുകൊണ്ട് തന്നെ അവയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസിൽ ചെറിയ വേരിയേഷൻസ് സാധാരണ എന്ത് ചെയ്യാറുണ്ട്, കാണിക്കാറുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് ഈ ആക്ടിനൈഡ്സിന്റെ കുറച്ച് പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ്. ആക്ടിനൈഡ്സിനെ കുറിച്ചും അതിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചും നമ്മൾ അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.